ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നതും അതിനുശേഷം എങ്ങനെ ഉടുക്കാം എന്നുള്ളതാണ് വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത്. ഈ സാരിയിൽ നിന്ന് ഞാൻ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കാരണം കുറച്ച് തടി വെച്ചിരിപ്പുണ്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വലതു ഭാഗത്തുനിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടുന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പൊക്കിളിൻ്റെ ഭാഗത്ത് നമ്മൾ എടുക്കരുത്. അതിന് കുറച്ചിപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരു പിന്നിട്ട് കൊടുക്കാം. ഇനി മുന്താണി എത്ര വേണമെന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് മുന്താണിയുടെ ഇറക്കം ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനെടുത്തതിന് ശേഷം ഈ ഒരു തോളിൻ്റെ ഭാഗം, അതായത് നമ്മൾ പിന്ന് കുത്തില്ലേ, ആ ഒരു ഭാഗത്ത് ഒരു പിന്നിട്ട് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് പിന്നെ ബാക്കിലൂടെ ഇങ്ങനെ എടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെയും ഈ പൊക്കിളിൻ്റെ ഭാഗമല്ല, ഇവിടെ ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് തുണിയൊന്ന് മുകളിലേക്കൊന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോയിൻറ്റിലേക്ക് പിന്നിട്ട് കൊടുക്കാം. ഈ 3 പോയിൻറ്റ്സുമാണ് പ്ലീറ്റ്സ് എടുക്കുന്നതിന് വേണ്ടത്. ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് നമുക്ക് പ്ലീറ്റ്സ്, ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അതായത് ആദ്യത്തെ പോയിന്റിനും ലാസ്റ്റത്തെ പോയിന്റിനും ഇടയിലുള്ള ഭാഗത്താണ് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് വരുന്നത്. പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരുമിച്ച് പിടിച്ചൊരു പിന്ന് കുത്തി കൊടുക്കുക. ഇനി മുന്താണിയിലേക്ക് പ്ലീറ്റ്സ് എടുക്കാം. അതിനായി ആദ്യത്തെ പ്ലീറ്റ്സ് എപ്പോഴും വലിയ പ്ലീറ്റ്സ് വേണം എടുക്കേണ്ടത്. അതായത് നമ്മൾ സാരി എടുക്കുമ്പോൾ എത്ര വലുപ്പത്തിലുള്ള പ്ലീറ്റ്സ് വേണോ അത്രയും വലുപ്പത്തിൽ ആദ്യത്തെ ഒരു പ്ലീറ്റ് എടുക്കുക. ബാക്കിയുള്ള പ്ലീറ്റ്സ് എല്ലാം അതിനുള്ളിലേക്ക് വരത്തക്ക വണ്ണം ചെറിയതായിട്ട് എടുക്കുക. ഒരുപാട് ചെറുതല്ല, അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കുക. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒരുമിച്ച് പിടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ആ പോയിൻറ്റ്സൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് അയൺ ചെയ്യാം. ഞാനിവിടെ കട്ടിലിൻ്റെ പുറത്തിട്ടാണ് അയൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇട്ട് അയൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സാരിയുടെ മുന്താണിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി ഞാനൊരു സേഫ്റ്റി പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. അത് മെത്തയിലേക്ക് ചേർത്താണ് കുത്തുന്നത്. അപ്പോൾ അതവിടെ നിന്ന് ഇളകി പോരുകയൊന്നുമില്ല. നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപോലെ പിടിച്ചു കൊടുക്കാം. നല്ല വൃത്തിക്ക് പിടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. മുന്താണിയിൽ നിന്നും തോള് വരെ, അതായത് പിന്ന് കുത്തുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടം വരെ തേക്കണം. ഓൾറെഡി നമ്മളവിടെ പിന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടം വരെ തേച്ചെടുക്കാം.
ഇതിപ്പോൾ ആ ഒരു പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് താഴേക്ക് നമുക്കൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കണം. ഓരോ പ്ലേറ്റ്സും ഓരോന്നായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് വിരിച്ചൊന്ന് വെച്ച് കൊടുക്കണം. അതായത് നമ്മുടെ ഫ്രണ്ടിൽ എത്രത്തോളം വീതിക്ക് വേണം എന്നുള്ളതിനെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ചെയ്യരുത്, കുറച്ചധികം, അതായത് നമുക്ക് ഈ കവർ ചെയ്ത് വരണം. ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് ഫുൾ കവർ ചെയ്ത് വരുന്ന രീതിക്ക് കുറച്ചൊന്ന് ചെയ്യുക. ഇതിപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലീറ്റ്സ് ഇല്ലേ, അത് നമുക്കിതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. എല്ലാം ഒരുമിച്ച് പിടിച്ച് വൃത്തിക്കാക്കി വെക്കുക. അതിന് ശേഷം അയൺ ചെയ്യാം. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെക്കേണ്ട ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഇത് എത്രത്തോളം ഇറക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഒരുമിച്ച് വെച്ച് തേക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഈ ഭാഗം ഓരോന്നോരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഒരിക്കലും തേക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തുമ്പത്ത് കൂടി തേച്ചാൽ അത് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കില്ല, അതിൻ്റെ ഒരു ഭംഗി പോവും. അതിനുശേഷം അപ്പുറത്തുകൂടി ഇതുപോലെ തേച്ചെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. പ്ലീറ്റിങ്ങും അയണിങ്ങും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ സാരി നല്ല എളുപ്പത്തിലും ഭംഗിയിലും ഒക്കെ ഉടുക്കാൻ കഴിയും. ട്രൈ ചെയ്ത് നോക്കണേ.